നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ പോലീസ് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. മനുഷ്യ ജീവന് സംരക്ഷണം നൽകാതെ കോടതി ഉത്തരവുകൾ പോലും കാറ്റിൽ പറത്തി അധികാരത്തെ അഹങ്കാരമാക്കി ഉപയോഗിച്ചു കളയും കേരള പോലീസിലെ ഒരു വിഭാഗം. നെന്മാറയിലെ പോലീസ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ചെന്താമര എന്ന നരാധമന്റെ കയ്യിൽപ്പെട്ട് 2 ജീവനുകൾ കൂടി പൊലിയില്ലായിരുന്നു. 2019 സജിത എന്ന സ്ത്രീയെ അയൽവാസിയായ ചെന്താമര ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. പ്രതിയുടെ കുടുംബ വഴക്കിന്റെയും അതിനെ തുടർന്ന് ചെന്താമരയുടെ കുടുംബം വേർപിരിഞ്ഞ് താമസിക്കുന്നതിലും കൊല്ലപ്പെട്ട സജിതയ്ക്ക് പങ്കുണ്ടെന്ന സംശയത്തിന്റെ പേരിലാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത്. ഈ കൊലക്കേസിന്റെ കുറ്റവിചാരണയിൽപ്പെട്ട് കഴിഞ്ഞ 4 വർഷങ്ങളായി ജയിലിലായിരുന്ന ഇയാൾ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയാണ് കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടന്ന ഈ 2 കൊലപാതകങ്ങളും സംഭവിച്ചത് നെന്മാറ പോലീസിന്റെ 100% അനാസ്ഥ കൊണ്ടാണ്. കാരണം വിയൂർ ജയിലിൽ നിന്നും ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ ഇയാൾ കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാകരനെയും മകൾ അഖിലയെയും നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. ജീവനിൽ ഭയന്ന് ഇവർ പോലീസിൽ പരാതി നൽകി. ഒപ്പം കൊലപാതകിയായ ചെന്താമരയുടെ ക്രൂരത നേരിട്ടറിയാവുന്ന നാട്ടുകാരും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഏറ്റവും ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഈ പരാതി നെന്മാറ പോലീസ് വളരെ നിസ്സാരമായി എടുത്തു. ഒരു പേരിന് വേണ്ടി ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും അയാൾ സ്റ്റേഷനകത്തേക്ക് കടക്കാൻ പോലും തയ്യാറായില്ല. പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് നിന്ന് ഈ കൊലപാതകിയുടെ അരികിലെത്തി അടിമകളെ പോലെ അയാൾക്കൊരു ഉപദേശവും നൽകി തിരികെ അയച്ചു. ഇത്രയും ദുർബലമായ ഒരു പോലീസ് സംവിധാനമാണ് നെന്മാറയിലുള്ളതെങ്കിൽ ആ നാട്ടുകാരുടെ ജീവിത സുരക്ഷയ്ക്ക് പുല്ലുവില തന്നെയാണ്. ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം എന്തിനാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷനും മറ്റ് സംവിധാനങ്ങളും ഓഫീസർമാരും ഒക്കെ? ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രിമിനൽ കേസുകളിലെ പ്രതി ജാമ്യത്തിലിറങ്ങി സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയാൽ കേസെടുത്ത് കോടതിയെ ധരിപ്പിച്ച് ജാമ്യം റദ്ദാക്കുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ പോലീസിന് നേരിട്ട് തന്നെ കേസെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ശക്തമായ നിയമവ്യവസ്ഥ. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ സുധാകരന്റെയും ലക്ഷ്മി അമ്മയുടെയും ജീവനുകൾ നഷ്ടമാകില്ലായിരുന്നു. നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് കഴിഞ്ഞ 1.5 മാസമായി പ്രതി ചെന്താമര അയാളുടെ വീട്ടിൽ തന്നെ താമസിച്ച് സുധാകരനെയും മകളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. തങ്ങളുടെ ജീവൻ നഷ്ടമാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇവർ പോലീസിൽ പരാതിപ്പെട്ടത്. എന്നാൽ കോടതി വിധി ലംഘിച്ചതിനും ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും പോലീസ് ഒരു നടപടിയും എടുത്തില്ല. രാത്രി 10 മണിക്ക് സ്കൂട്ടറുമായി ഇറങ്ങിയ സുധാകരനെ ചെന്താമര തടഞ്ഞു നിർത്തി അവിടെ വെട്ടിവീഴ്ത്തി. സുധാകരന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ അദ്ദേഹത്തിന്റെ അമ്മയെയും ഇയാൾ കൊലക്കത്തിക്ക് ഇരയാക്കി. തൻ്റെ അമ്മയെ കൊന്നയാൾ എൻ്റെ അച്ഛനെയും അച്ഛമ്മയെയും കൊന്നു. ഇനി ഞങ്ങളെ മാത്രം എന്തിനാ ബാക്കി വെക്കുന്നത്? ഞങ്ങളെയും കൊല്ലട്ടെ. ഞങ്ങളുടെ പരാതിക്കും കണ്ണുനീരിനും ഒരു വിലയും ഇല്ലാതായി പോയില്ലേ? കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖിലയുടെ ഈ വിലാപ ചോദ്യം മലയാള മനസ്സുകളിൽ വലിയ വേദന ഉണ്ടാക്കുന്നതിനൊപ്പം നമ്മുടെ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കാൻ കഴിവില്ലാത്ത പോലീസിന്റെ ദുർബലതയെ ചോദ്യം ചെയ്യുക കൂടിയാണ്.